ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റാർട്ടിങ് തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, ക്ലേ വെച്ചൊരു ട്രിങ്കറ്റ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ കട്ടിംഗ് മാറ്റ് ഞാൻ പുതിയതായിട്ട് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. സംഭവം നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും അതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്ലേ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ക്ലേ എന്ന് വെച്ചാൽ ഇത് സോയിൽ ക്ലേ ആണ്. ഇത് ഞാൻ തന്നെ വീട്ടിൽ മേക്ക് ചെയ്ത ക്ലേ ആണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് മേക്ക് ചെയ്തതെന്നുള്ള വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലേ ഒന്ന് ഇതുപോലെ ബേസ് സെറ്റ് ചെയ്യണം ഫസ്റ്റ്. അതിനുശേഷം ഇതുപോലെ വെള്ളം ഒന്ന് തൊട്ട് നല്ലപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നല്ല ഷേപ്പായിട്ട് വരത്തുള്ളൂ. എൻ്റെ കയ്യിൽ ടൂൾസ് ഒന്നുമില്ല. അപ്പം ടൂൾസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കൈവച്ച് തന്നെയാണ് ഞാൻ ഇതെല്ലാം ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ സൈഡ് പാർട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ കൈ കൊണ്ട് തന്നെയാണ് അതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് നല്ല വിഡ്ത്ത് കുറച്ചായിരുന്നു ഞാൻ ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ വിഡ്ത്ത് നല്ല നൈസായിപ്പോയി. ഒരു സൈഡ് കറക്റ്റ് വിഡ്ത്തിന് വന്നിട്ടുണ്ട്, പക്ഷേ അപ്പുറത്തെ സൈഡ് വന്നപ്പോൾ അതിൻ്റെ സൈസ് കുറഞ്ഞു പോയി. പക്ഷേ ഞാൻ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ സൈസ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഒരുപാട് പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഒന്ന് കറക്റ്റായത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം അതൊന്ന് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ടൂൾസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇതുപോലെ എനിക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൂൾസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും യൂസ്ഫുള്ളായിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സോയിൽ ക്ലേ ഇല്ലേ, അത് എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്യുമ്പോൾ ഇത്രയും പാടില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊട്ടാതെ എടുത്തു കൊടുക്കണം. കാരണം അത് പൊട്ടി വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ക്ലോസ് ചെയ്യാനായിട്ട് ഒരു അടപ്പ് പോലത്തെ ഒരു സാധനം വേണം. അതിനായിട്ട് നേരത്തെ ചെയ്തതുപോലെ ഇതുപോലെ ഒന്ന് ബേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതും ഇതുപോലെ ഒന്ന് വെള്ളമെല്ലാം സ്പ്രെഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. അത് കറക്റ്റാകും. പക്ഷേ എനിക്ക് ആ ഫസ്റ്റ് ചെയ്ത പാർട്ടിനേക്കാളും സെക്കൻഡ് ചെയ്ത ഇതാണ് ഇച്ചിരി കൂടെ കൊള്ളാം എന്നെനിക്ക് തോന്നുന്നത്. അതിനുശേഷം അതിൻ്റെ നടുക്ക് ഇച്ചിരി കൂടെ ഭംഗി കൂട്ടാനായിട്ട് ഒരു ഹാർട്ട് ഷേപ്പും കൂടെ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ അത് ക്ലോസ് ചെയ്യാനുള്ള പാർട്ടും നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. ഞാൻ ഉണങ്ങാൻ വെക്കാനായിട്ട് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വെയിലുമില്ല. അപ്പോൾ പിന്നെ എനിക്കിതൊന്ന് ഉണങ്ങി കിട്ടിയത് നൈറ്റ് ആയപ്പോഴത്തേക്കുമാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം. നമുക്കിഷ്ടമുള്ള പെയിൻ്റ് അടിക്കാം. ഞാൻ ആദ്യം അടിച്ച പെയിൻറ്റ് വൈറ്റ് ഒന്ന് കൊടുത്തിട്ട് പിന്നെ ഈ പേർപ്പിളാണ് ആദ്യം കൊടുത്തത്. പക്ഷേ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ കളറൊന്ന് മാറ്റി. പിന്നെ ആ ഹാർട്ട് ഷേപ്പിൽ ഞാൻ ആദ്യം റെഡാണ് കൊടുത്തിരുന്നത്. അതും എനിക്കത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിൻ്റെ കളറൊന്ന് മാറ്റി. അതിനുശേഷം പെയിൻ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഫെവിക്കോൾ ഒന്ന് ജസ്റ്റ് വെള്ളം മിക്സ് ചെയ്തിട്ട് അതൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ വാർണിഷ് ഉണ്ടെങ്കിൽ അതും അടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ട്രിങ്കറ്റ് ടിഷ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ജ്വല്ലറീസോ മറ്റെന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഇട്ട് വയ്ക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.